തിരുവനന്തപുരം ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ അമ്മാവൻ കിണറ്റിലെറിഞ്ഞു കൊന്നു. ഇന്ന് രാവിലെയാണ് ശ്രീതു ശ്രീജിത്ത് ദമ്പതികളുടെ മകൾ ദേവേന്ദുവിന്റെ മൃതദേഹം വീടിനോട് ചേർന്ന കിണറ്റിൽ നിന്ന് കണ്ടെടുത്തത്. കൊലപാതകത്തിൽ കുഞ്ഞിന്റെ അമ്മയുടെ പങ്ക് പോലീസ് അന്വേഷിക്കുകയാണ്. കുട്ടിയുടെ മൃതദേഹം സംസ്കരിച്ചു. അമ്മയെ മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റി. പ്രതി ഹരികുമാറിനെ നാളെ കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ രാത്രി മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങാൻ കിടന്ന കുഞ്ഞിനെ കാണാനില്ലെന്ന് ഇന്ന് രാവിലെ കുടുംബം പോലീസിനെ അറിയിച്ചു. തുടർന്ന് നടത്തിയ തെരച്ചിലാണ് വീടിന് സമീപത്തെ കിണറ്റിൽ ദേവേന്ദുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുങ്ങിമരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കുഞ്ഞിന്റെ കൈകളിലെ പാടുകൾ കിണറ്റിലെറിഞ്ഞപ്പോൾ ഉണ്ടായതെന്നാണ് നിഗമനം. വിശദമായ ചോദ്യം ചെയ്യലിൽ അമ്മാവൻ ഹരികുമാർ കുറ്റം സമ്മതിച്ചു. കുഞ്ഞിന്റെ മാതാവിന്റെ സഹായം ഹരികുമാറിന് ലഭിച്ചിരുന്നോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇരുവരും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. രാത്രി കുഞ്ഞ് ആർക്കൊപ്പം ഉറങ്ങിയെന്നതിൽ പരസ്പരവിരുദ്ധ മൊഴികളായിരുന്നു വീട്ടുകാർക്ക്. ദേവേന്ദു തനിക്കും മാതാപിതാക്കൾക്കുമൊപ്പം ഒരു മുറിയിലായിരുന്നുവെന്ന് സഹോദരി 24നോട്. അച്ഛൻ കട്ടിലിൽ കിടന്ന് ഞാനും അമ്മയും വാവയും കൂടെ തറയിൽ കിടന്ന് 2:30 ഉറങ്ങിയത്. അപ്പോഴും അവർ 5:05 ആയപ്പോൾ പറഞ്ഞു എൻ്റെ വാവയെ കണ്ടില്ല എന്ന് പറഞ്ഞു. രാവിലെ 6 മണിയോടെയാണ് കുഞ്ഞിനെ അമ്മാവൻ ഹരികുമാർ കിണറ്റിലെറിഞ്ഞതെന്ന് പോലീസ് പറയുന്നു. അമ്മാവന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് തെളിവ് ലഭിക്കാത്തതിനാൽ തൽക്കാലം അമ്മയെ ബന്ധുക്കൾ വന്നാൽ വിട്ടയക്കും. ചോദ്യം ചെയ്യലിന് ശേഷം ദേവേന്ദുവിന്റെ പിതാവിനെയും മുത്തശ്ശിയെയും പോലീസ് വിട്ടയച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റ് അന്വേഷണങ്ങൾ തുടരുന്നു. ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും റോളുണ്ടെങ്കിൽ അത് അന്വേഷണത്തിൽ വെളിവാങ്ങുന്ന മുറയ്ക്ക് ബാക്കി നടപടികൾ സ്വീകരിക്കുന്നതാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ദേവേന്ദുവിന്റെ മൃതദേഹം മാതാവ് ശ്രീതുവിന്റെ കുടുംബ വീട്ടിലെത്തിച്ച് സംസ്കരിച്ചു. സംസ്കാര ചടങ്ങിൽ പിതാവും മുത്തശ്ശിയും പങ്കെടുത്തു. 24 തിരുവനന്തപുരം.